നാടോടുമ്പോൾ നടുവേ ഓടണം എന്നാണല്ലോ ചൊല്ല്. ഇനി ആ സ്കൂളുമില്ല, ആ ഉപ്മാവുമില്ല. പകരം പുതിയ സ്കൂളിനും പുതിയ ഭക്ഷണ രീതികൾക്കും നമുക്ക് കാത്തിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. കൊല്ലവർഷം 1932 മുതൽ അനേകായിരം വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ ഒരു കൊച്ചു സർക്കാർ വിദ്യാലയമുണ്ട്. ചങ്ങരംകുളത്തിനടുത്ത് കല്ലുർമ തരിയത്ത് AMLP സ്കൂൾ. ആ സ്കൂളിൻ്റെ പഴയ കെട്ടിടം ഇനി ഓർമ്മ മാത്രം. എല്ലാം നല്ലതിനു വേണ്ടിയാണല്ലോ എന്നോർത്ത് സമാധാനിക്കാം. എടപ്പാൾ ഉപജില്ലയിലെ നന്നമുക്ക് പഞ്ചായത്തിലെ 12-ാം വാർഡിലാണ് ഈ വിദ്യാലയം. സമൂഹത്തിൽ ഒരു വലിയ വിഭാഗത്തിന് വിദ്യാഭ്യാസം അന്യമായിരുന്ന ഒരു കാലഘട്ടത്തിൽ 1932 ഈ ഓത്തുപള്ളിക്കൂടം സ്ഥാപിതമായത്. കല്ലും മണ്ണും ഓലയും വക്കോലുമൊക്കെ ചേർത്തുണ്ടാക്കിയ കുഞ്ഞിമരക്കാർ മൊല്ലാക്കയുടെ ഓത്തുപള്ളിക്കൂടത്തിൽ 1 മുതൽ 3 വരെ ക്ലാസുകളാണ് ആദ്യം ഉണ്ടായിരുന്നത്. 1939 4-ാം ക്ലാസും 1941 5-ാം ക്ലാസും നിലവിൽ വന്നു. 1961 5-ാം ക്ലാസ് നീക്കം ചെയ്തു. പൊന്നാനി മാപ്പിള റേഞ്ചിൽപ്പെട്ട ഈ ഓത്തുപള്ളിക്കൂടം പിന്നീട് വേളയാതിക്കോട് രാമനെഴുത്തച്ഛൻ മാസ്റ്റർ ഏറ്റെടുത്ത് വിദ്യാലയമാക്കി മാറ്റുകയായിരുന്നു. മദ്രസ പഠനം തുടർന്നും ഈ വിദ്യാലയത്തിൽ വർഷങ്ങളോളം പ്രവർത്തിച്ചു. രാമനെഴുത്തച്ഛൻ മാസ്റ്റർ, മൊയ്തീൻകുട്ടി മൊല്ലാക്ക, പോക്കർ മാഷ്, അച്യുതൻ മാഷ്, രാമനെഴുത്തച്ഛൻ മാസ്റ്ററുടെ പത്നി കുഞ്ഞിലക്ഷ്മി ടീച്ചർ, അപ്പുട്ടൻ മാഷ് എന്നിവരായിരുന്നു പഴയകാല അധ്യാപകർ. തുടർന്ന് അറബിക്കിനായി ബീവാത്തുകുട്ടി ടീച്ചർ, തുന്നലിനായി LC ടീച്ചർ, കൃഷ്ണകുമാരി ടീച്ചർ, നസീമ ടീച്ചർ, തോമസ് മാഷ്, സലാം മാഷ്, ഷീല ടീച്ചർ എന്നിവരെല്ലാം ഈ വിദ്യാലയത്തിൽ അധ്യാപക ജീവിതം നയിച്ചവരാണ്. സ്കൂളിലേക്ക് കാലത്തുള്ള വരവും വൈകിട്ടുള്ള തിരിച്ചുപോക്കും മാത്രമല്ല അന്ന് വിദ്യാർത്ഥികൾക്കുണ്ടായിരുന്നത്. ഉച്ചഭക്ഷണത്തിനുള്ള പോക്കും വരവും കൂടി ആ 1 മണിക്കൂറിനുള്ളിൽ ഉണ്ടായിരുന്നു. അതും കാൽനടയായി വേണം പോയി വരാൻ. പോകാത്തവർക്ക് സ്കൂളിൽ നിന്നും കിട്ടുന്ന ഉപ്മാവ് കഴിച്ച് അവിടെ തന്നെ സമയം ചെലവഴിക്കാം. പോകുന്നവർക്ക് ഉപ്മാവ് വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാം. അത് വാങ്ങിക്കാനുള്ള ഡിസ്പോസിബിൾ പൊടിയൈന ഇല സംഘടിപ്പിക്കുക എന്നതാണ് അന്നത്തെ മറ്റൊരു ടാസ്ക്. വരകളും പാടുകളും ഓട്ടകളും ഇല്ലാത്ത ഇല കിട്ടുന്ന ആൾ ആ ദിവസത്തെ സ്റ്റാർ ആണ്. ആ കാലഘട്ടം കഴിഞ്ഞാണ് കഞ്ഞിയുടെയും ചെറുപയറുപ്പേരിയുടെയും കാലം വന്നത്. അന്നും കഞ്ഞി വേണ്ടാത്തവർക്ക് ഉപ്പേരി വാങ്ങിക്കഴിക്കുകയോ വീട്ടിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യാം. ബീവുത്തയും പിന്നീട് ഫാത്തിമ എന്ന പാത്തുമുത്തയും വർഷങ്ങളോളം സ്കൂൾ പാചകക്കാരികളായി. ബീവുത്താക്ക് സഹായത്തിനായി വന്നിരുന്ന അവരുടെ മകളും വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു. സ്കൂൾ വിട്ടു പോകുമ്പോഴുള്ള പുല്ല് ചവിട്ടിക്കളിയാണ് അന്നത്തെ മറ്റൊരു പ്രധാന ഗെയിം. ചോക്ലേറ്റ് പാക്കിനുള്ളിലെ 1 രൂപയുടെയോ 2 രൂപയുടെയോ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി 50 രൂപയോളം കൊടുത്ത് 10 രൂപയോളം പോലും വിലമതിക്കാത്ത രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ചോക്ലേറ്റ് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാൻ നിർബന്ധിതരാണ് ഇന്നത്തെ മാതാപിതാക്കൾ. എന്നാൽ അന്ന് ഓരോ നാട്ടിലും 1-2 ചെറു മിഠായി കടകളുണ്ടാവും. ഈ സ്കൂളിനടുത്തും ഉണ്ടായിരുന്നു 1-2 മിഠായി കട. തെങ്ങിൽ ജുമാ മസ്ജിദിന് തെക്ക് ഭാഗത്ത് മണാളത്ത് പരീക്കുട്ടി മൊല്ലാക്കാക്കുണ്ടായിരുന്ന ഓത്തുപള്ളി പിന്നീട് മിഠായി കടയാക്കി. മദ്രസയും സ്കൂളും വന്നപ്പോൾ ഓത്തുപള്ളി ആവശ്യമില്ലായിരുന്നു. ആ ഓത്തുപള്ളിയാണ് പിന്നീട് മിഠായി കടയാക്കി മാറ്റിയത്. അതുകൂടാതെ അപ്പുണ്ണിയേട്ടൻ്റെ പലചരക്ക് കടയിലും മൊയ്തുണ്ണിക്കാട കടയിലും മിഠായി ലഭിച്ചിരുന്നു. അവിടെ നിന്നും വാങ്ങാൻ കിട്ടുന്ന കലർപ്പില്ലാത്ത സ്വാദേറും മിഠായികൾക്ക് മുമ്പിൽ കിടപിടിക്കാൻ പറ്റിയ മിഠായികളൊന്നും ഇന്ന് വിപണിയിൽ ഇല്ലതാനും. ആ കാലഘട്ടത്തിന് ശേഷമാണ് ഉന്തുവണ്ടിയിൽ വന്നിരുന്ന വേലായുധേട്ടൻ്റെ മിഠായി കച്ചവടം. മിഠായിയേക്കാളും കുട്ടികൾക്ക് പ്രിയപ്പെട്ടത് ഉപ്പിലിട്ട നെല്ലിക്കയും മുളകുപൊടിയും ഉപ്പുപൊടിയും മിക്സ് ചെയ്ത് നടുമുറിച്ച നാരങ്ങപ്പൊളിയിൽ തേച്ചതും വറുത്ത പലതരം കടലകളും ഒക്കെ ആയിരുന്നു. കുട്ടികൾക്ക് ഒരു പരാതിയുണ്ടായിരുന്നു. വേലായുധേട്ടൻ കൂടുതൽ നേരം ചിലവഴിക്കുന്നത് അയിനിച്ചോട് മാർത്തോമ സ്കൂളിന് മുമ്പിലായിരുന്നു. ചില ദിവസങ്ങളിലെ വേലായുധേട്ടൻ ഈ സ്കൂളിന് മുമ്പിലെത്താറുള്ളൂ. ആ വേലായുധേട്ടനും ഇന്ന് ഓർമ്മ മാത്രമാണ്.
നിലവിൽ രാമനെഴുത്തച്ഛൻ മാസ്റ്ററുടെ മകൻ ചന്ദ്രൻ മാസ്റ്ററുടെ മാനേജ്മെൻറ്റിൽ പ്രധാനാധ്യാപകൻ അനീഷ് മാഷ്, കൂടാതെ സുശാന്ത് മാഷ്, അബിത ടീച്ചർ, ആർദ്ര ടീച്ചർ, ജംഷിയ ടീച്ചർ എന്നിവരാണ് ഈ സ്കൂളിൻ്റെ അധ്യാപകർ. ഏറെ ഉത്തരവാദിത്വത്തോടു കൂടി നവീന ചിന്താഗതിയുമായി പ്രവർത്തിക്കുന്ന KG ക്ലാസുകളും ഈ സ്കൂളിൻ്റെ മെച്ചപ്പെട്ട പ്രവർത്തനത്തിൻ്റെ എടുത്തു പറയേണ്ട വിഭാഗമാണ്. കാത്തിരിക്കാം പുതിയ സ്കൂൾ കെട്ടിടത്തിനായി. സ്കൂളിൻ്റെ ഈ ചരിത്രം ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടതിന് നന്ദി.